ഗുഡ് മോർണിംഗ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഫങ്ഷൻ എന്ന ഭാഗത്തിലെ പ്രോബ്ലം സെക്ഷൻ 2 എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷനിലെ ബൈജക്റ്റീവ് ഫങ്ഷൻ എന്ന പാർട്ടിലെ പ്രോബ്ലംസ് ചെയ്തു. ഇനി ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ എന്നുള്ള ഭാഗത്തിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ചെയ്യും. ബൈജക്റ്റീവ് ഫങ്ഷൻസിലെ പ്രോബ്ലംസ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ്റെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും സ്വന്തമായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. കാരണം എല്ലാ ഇൻവേർട്ടിബിൾ ഫങ്ഷനും ബൈജക്റ്റീവാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇൻവേഴ്സ് കാണുമ്പോഴും നമ്മൾ ചെയ്യുന്നത് ബൈജക്റ്റീവാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് നോട്ട് എഴുതിയെടുത്ത് അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. സാധാരണ പ്രോബ്ലം ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നോട്ട് എഴുതുക. ചോദ്യം കാണുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ആൻസറിൻ്റെ വിശദീകരണം ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് ആലോചിക്കുക. ആൻസറിൻ്റെ വിശദീകരണം ശ്രദ്ധിക്കുക. അതിനുശേഷം വൃത്തിയായിട്ട് മനോഹരമായിട്ട് നോട്ട്ബുക്കിലേക്ക് ആൻസർ എഴുതി എടുക്കുക. പിന്നീട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ രൂപം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് 6 പ്രോബ്ലംസ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 7 to 10 ഓൺലി 4 പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തിയാണ് പ്രോബ്ലംസ്, അതുകൊണ്ട് 4 പ്രോബ്ലംസേ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് പ്രോബ്ലം നമ്പർ 7 പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് പ്രോബ്ലം നമ്പർ 7. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ പ്രോബ്ലം അവിടെ നമ്മൾ 1 കാണിച്ചിട്ടുണ്ട്, ബൈജക്റ്റീവ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ സി മാത്രമാണ് അധികമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കൂ. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ 4x+3 എന്താണ്? സ്ട്രെയിറ്റ് ലൈനാണ്. y ഈക്വൽ mx+c അല്ലേ? സ്ലോപ്പ് 4 ആയിട്ടുള്ള ലൈനാണ്. അതുകൊണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്തായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. ബൈജക്റ്റീവ് ആയതുകൊണ്ട് എന്തുണ്ടാകും? ഇൻവേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കാണുന്ന മാത്രയിൽ തന്നെ ഇതിൻ്റെ ആൻസറിനെ കുറിച്ച് നല്ലൊരു ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ആദ്യം ഈ ഫംഗ്ഷൻ 1 ആണ് എന്ന് കാണിക്കണം. ഓക്കെ, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ 1 ആണ് എന്ന് കാണിക്കുക? എഫ് ഓഫ് x1 ജനറൽ ആയിട്ട് കാണിക്കുന്നത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ്, പറയൂ ബാക്കി, x1 ഈക്വൽ ടു x2. ഓക്കെ, ആരാ എഫ് ഓഫ് x1 വരിക? എഫ് ഓഫ് x1 4x1+3, എഫ് ഓഫ് x2 4x2+3. അപ്പോൾ 4x1 plus 3 equal 4x2+3. 3 got cancelled. Then what is balance? 4x1 equal 4x2. 4 got cancelled. Then what is balance? x1 equal x2. What is the meaning? F of x1 equal to f of x2 implies x1 equal to x2. That is the condition for ഇൻജക്റ്റിവിറ്റി. ഇൻജക്റ്റിവിറ്റിയുടെ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഇൻജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ 1 ആണ്. കൃത്യമാണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദീകരിച്ചതാണ്. ഇനി ഈ ഫംഗ്ഷൻ സജക്റ്റീവ് ആണെന്ന് കാണിക്കണം. സജക്റ്റിവിറ്റിക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് സെറ്റിൽ ഒരു y എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രീ ഇമേജ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരിക്കണം. ഇതാണല്ലോ വേണ്ടത്. നമുക്കതിൻ്റെ ആരോ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഞാൻ സെക്കൻഡ് സെറ്റിൽ, ഇതാണ് സെക്കൻഡ് സെറ്റ്, ഇവിടെ ഞാനൊരു y എടുക്കുന്നു. ഓക്കെ, ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് സെറ്റിൽ എനിക്ക് ആരെ വേണം മക്കളെ? ഒരു എക്സ് വേണം. ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പുറത്തൊരു എക്സ് വേണം. എല്ലാ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് പുറത്തൊരു എക്സ് ഉണ്ടാകുമ്പോൾ ഈ ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ? ആ എക്സിനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സെറ്റിൽ ഏത് രൂപത്തിലാണ് ഈ എക്സ് വേണ്ടത് എന്ന് കൂടെ ഞാൻ പറയണം. ഏത് രൂപത്തിലാണ് എക്സ് വേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ആകുന്ന രൂപത്തിൽ. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സെറ്റിൽ ഞാനൊരു y എടുക്കുന്നു. ടേക്ക് y ബിലോങ്സ് ടു സെക്കൻഡ് സെറ്റ്, ദാറ്റ് ഈസ് y ബിലോങ്സ് ടു r. ഏത് രൂപത്തിലാണ് എടുക്കേണ്ടത്? y ഈക്വൽ എഫ് ഓഫ് എക്സ് ആകുന്ന രൂപത്തിൽ. ആരാ എഫ് ഓഫ് എക്സ്? 4x+3. അപ്പോൾ y ഈക്വൽ 4x+3 ആകുന്ന രൂപത്തിലാണ് എടുക്കേണ്ടത്. ഇനി എൻ്റെ അന്വേഷണം എന്താ? എക്സ് കാണാൻ. ഓക്കെ, ഓൺ 2 ആണ് എന്നത് കാണിക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട്. ഒരു ഫംഗ്ഷൻ ഓൺ 2 ആണെന്ന് ജനറൽ ആയിട്ട് കാണിക്കാൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്നുള്ള രൂപത്തിൽ എഴുതണം. മനസ്സിലായല്ലോ? എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്നുള്ള രൂപത്തിൽ എഴുതേണ്ട 3 സ്ഥലങ്ങളാണ് ഫംഗ്ഷനിലുള്ളത്. ഒന്ന് സർജക്റ്റീവ് ആണ് എന്ന് കാണിക്കാൻ. ഓക്കെ, രണ്ടാമത്തത് ഫംഗ്ഷൻ ഓൺ 2 ആണ് എന്ന് തെളിയിക്കാൻ. ഒന്നാമത്തെ സബ്ജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ. രണ്ടാമത്തെ ഫംഗ്ഷന്റെ റേഞ്ച് കാണാൻ. മൂന്നാമത്തത് ഇൻവേഴ്സ് കാണാൻ. ഈ 3 കാര്യങ്ങൾക്കും 3 ചോദിക്കുമ്പോഴും റേഞ്ച് കാണാൻ ചോദിച്ചാലും ഓൺ 2 ആണെന്ന് കാണിക്കാൻ ചോദിച്ചാലും ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ എഫ് ഓഫ് ഐ എന്ന് എഴുതണം. അപ്പം ഞാൻ ഇവിടെ അന്വേഷിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ എക്സിനെയാണ്. അതിനാണ് എക്സിന് ഞാൻ കളർ കൊടുത്തത്. എക്സിനെ കിട്ടാൻ 4x ഈക്വൽ y - 3 എന്ന് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, ആരാ എക്സ് വരിക? y - 3 ഡിവൈഡ് ബൈ
4. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ y മൈനസ് 3 ഡിവൈഡ് ബൈ 4. എന്താ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു എക്സ് ഉണ്ട്. ആരാ എക്സ്? y മൈനസ് 3 ബൈ 4. അത് ഇപ്പുറത്തുണ്ട് തന്നെ കിട്ടണം. റിയൽ നമ്പർ ആണ് കിട്ടണം. റിയൽ നമ്പർ ആണോ? y റിയൽ നമ്പർ അല്ലേ? റിയൽ നമ്പർ മൈനസ് 3 റിയൽ നമ്പർ അല്ലേ? റിയൽ നമ്പർ ബൈ 4 റിയൽ നമ്പർ അല്ലേ? അപ്പം ഈ നമ്പർ ടോട്ടൽ എന്താണ്? റിയൽ നമ്പറാണ്. അതായത് ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു എക്സ് ഉണ്ട്. ആരാണ് എക്സ്? എക്സ് ഇസ് ഈക്വൽ y മൈനസ് 3 ബൈ 4. ഫോർ എവരി y in R there exists y മൈനസ് 3 ബൈ 4 in R. ഓക്കെ, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ് മക്കളെ? ഓൺ ടു ഫംഗ്ഷനാണ്. 1 ആണ്, 1 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എല്ലാവർക്കും ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നോട്ട് എഴുതിയെടുത്തതിന് ശേഷം മാത്രം അടുത്ത പേജിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇനി നമുക്ക് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണാം. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ ഇൻവേഴ്സ് കാണുകയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ സീഡ് ആൻസർ ആണ് വേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് ഉള്ളത്? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. നമ്മൾ എന്താ ഹൃദയത്തിൽ എഴുതി വെച്ച മുമ്പ് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എ ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ? അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അതാണ് ആദ്യം എഴുതേണ്ടത്. എഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫിന് ഇൻവേഴ്സ് ഉണ്ട്. എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഇനി നമ്മൾ ആ ഇൻവേഴ്സ് കാണാൻ പോകാം. ഇൻവേഴ്സ് കാണാൻ ആദ്യം എഫ് എവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു നോക്കാം. എഫ് ഡിഫൈൻ ചെയ്യുന്ന R എന്താ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ? 4x പ്ലസ് 3. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ 4x പ്ലസ് 3. ഓക്കെ, അപ്പൊ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യേണ്ടത് തിരിച്ചാണ്. ആറിൽ നിന്ന് ആറിലേക്കാണ് അല്ലെ? നമുക്കിതിന്റെ ആരോ ഡയഗ്രാം ഒന്ന് നോക്കാം. ആറിൽ നിന്ന് ആറിലേക്ക് എഫ് ഡിഫൈൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എന്താ എഫിന്റെ ജോലി? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. എഫിന്റെ ജോലി എന്താ? ഇവിടെ ഒരു എക്സിനെ കണ്ടാൽ, ഫസ്റ്റ് സെറ്റിൽ ഒരു എക്സിനെ കണ്ടാൽ സെക്കൻഡ് സെറ്റിൽ അത് y ആക്കിയിട്ട് മാറ്റും. ഇവിടെ ഒരു എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ y ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ജോലി. മനസ്സിലായോ? ആരാണ് ഇവിടുത്തെ y? എഫ് എക്സിനെ എന്താണ് ചെയ്യുക? 4x പ്ലസ് 3 ആക്കും അല്ലെ? 4x പ്ലസ് 3 ആക്കുക എന്ന് വെച്ചാൽ ആദ്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 3 ആഡ് ചെയ്യും. അപ്പോൾ എഫിന്റെ ജോലി എക്സിനെ 4x പ്ലസ് 3 ആക്കലാണ്. ആ 4x പ്ലസ് 3 ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? y എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഫ് എക്സിനെ 4x പ്ലസ് 3 ആക്കുന്നു. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പോൾ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് അങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുക? ആറിൽ നിന്ന് ആറിലേക്ക് തിരിച്ച് ഡിഫൈൻ ചെയ്യും. എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുക ആറിൽ നിന്ന് ആറിലേക്കാണ് അല്ലേ? ആ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്? ഈ വൈയെ പുറത്ത് എക്സ് ആക്കണം. നമ്മൾ അപ്പുറത്തെ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടല്ലോ, വൈയെ എക്സ് ആക്കിയത് കണ്ടിട്ടുണ്ടല്ലോ. ആരായിരുന്നു അവിടുത്തെ എക്സ്? എക്സ് y മൈനസ് 3 ഡിവൈഡ് ബൈ 4 ആയിരുന്നില്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സിന്റെ ജോലി, എഫ് ഇൻവേഴ്സ് എന്ത് ചെയ്യും? ഈ വൈയം പിടിച്ചിട്ട് എന്താക്കും? y മൈനസ് 3 ബൈ 4 ആക്കും. ഓരോ പുറത്തുള്ള വൈനെയും y മൈനസ് 3 ഡിവൈഡ് ബൈ 4 ആക്കും. ഇതാണ് എഫ് ഇൻവേഴ്സിന്റെ ജോലി. അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയെ y മൈനസ് 3 ബൈ 4 ആക്കുന്ന ഫംഗ്ഷനാണ്. എഫ് എക്സിനെ 4x പ്ലസ് 3 ആക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫിന്റെ ഡെഫിനിഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ 4x പ്ലസ് 3 അല്ലെ? എഫ് ഇൻവേഴ്സ് വൈയെ y മൈനസ് 3 ബൈ 4 ആക്കുന്നത് കൊണ്ട് എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു y മൈനസ് 3 ബൈ 4. ഓക്കെ, എഫ് ഇൻവേഴ്സ് y ഈക്വൽ y മൈനസ് 3 ബൈ 4 ആണ് എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. എല്ലാവർക്കും കൃത്യമാണല്ലോ? അപ്പോൾ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യും? ആറിൽ നിന്ന് ആറിലേക്ക്. ഓക്കെ, ആറിന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യും. എന്താ ഡെഫിനിഷൻ? എഫ് ഇൻവേഴ്സ് y ഈക്വൽ y മൈനസ് 3 ബൈ 4. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ പറയുന്ന സമയത്ത് വൈയിലല്ല പറയുക, പിന്നെ എന്തിലാ പറയുക? എക്സിലല്ലേ പറയുക. അപ്പോൾ ഈ വൈയും മാറ്റിയിട്ട് എന്താക്കി കൊടുത്താൽ മതി? എക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ബൈ 4. ഇതാണ് എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. പറഞ്ഞത് മനസ്സിലായല്ലോ? എഫ് എക്സിനെ 4x പ്ലസ് 3 ആക്കുന്നു. എഫ് ഇൻവേഴ്സ് വൈയെ, അല്ലെങ്കിൽ ഇവിടെ എക്സ് എടുത്താൽ, ഇവിടെ എക്സ് എന്ന് ഞാൻ ഇതിനെ വിളിച്ചാൽ എക്സിനെ എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ 4 ആക്കുന്നു. അങ്ങനെയാണ് ഇത്തരം ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണുക. ഈ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, ഇതേപോലുള്ള എല്ലാ എഫ് ഓഫ് എക്സ് എസ് പ്ലസ് ബിക്കും ഇൻവേഴ്സ് ഉണ്ടാവും. ഈ രൂപത്തിൽ അത് ഡിഫൈൻ ചെയ്താൽ എന്ന കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻവേഴ്സിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇനി ശ്രദ്ധിക്കുക, ഇതിന്റെ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ 4x പ്ലസ് 3യുടെ ഇൻവേഴ്സ് നമുക്ക് ഇങ്ങനൊന്നും ചെയ്യാതെ നേരിട്ട് പറയാൻ വല്ല മാർഗം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ള മാർഗം ശ്രദ്ധിക്കൂ. നിങ്ങൾ എഫ് ഡിഫൈൻ ചെയ്യുന്ന എവിടെ നിന്ന് ഇങ്ങോട്ടാ? ആറിൽ നിന്ന് ആറിലേക്ക് അല്ലേ? എന്താ ഡെഫിനിഷൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x പ്ലസ് 3. എഫ് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ 4x പ്ലസ് 3. ഇനി അതിന്റെ ഇൻവേഴ്സ് കാണാൻ പോകുക. ഇൻവേഴ്സ് കാണാൻ വേണ്ടി എഫിന്റെ ജോലി ഞാൻ മുറിച്ചു കൊടുക്കാൻ പോവുക. എഫ് എന്താ ആദ്യം ചെയ്യുന്നത്? എഫ് എന്നുള്ള ഫംഗ്ഷൻ എക്സിനെ കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യുക? 4 ഇൻറ്റു എക്സ് ആക്കും. അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈയും ബൈ 4. എഫ് ആദ്യം ചെയ്യുന്ന കാര്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത് എഫ് എന്താ ചെയ്യുന്നത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക മക്കളെ? 4x കിട്ടൂലേ? പിന്നെ എന്ത് ചെയ്യും? 4x കിട്ടിക്കഴിഞ്ഞാൽ എഫ് എന്ത് ചെയ്യും? 3 ആഡ് ചെയ്യും. സെക്കൻഡ് എഫ് ചെയ്യുന്ന കാര്യം 3 ആഡ് ചെയ്യുക. ആഡിങ് 3 ആണ്. അപ്പോൾ നമുക്ക് ഈ 4xനെ കൂടെ ഒരു 3 ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 4x പ്ലസ് 3. ഇതാണ് എഫിന്റെ ജോലി. ആദ്യം
4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 3 ആഡ് ചെയ്യും. ഇതാണ് എഫ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എഫ് ഇൻവേഴ്സിന്റെ ജോലി നമുക്കൊന്ന് നോക്കാം. എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും ചെയ്യുക? എഫ് ചെയ്തതിന്റെ നേരെ ഇൻവേഴ്സ്. നല്ലോണം ശ്രദ്ധിക്കണം. എഫ് എന്താണോ ചെയ്തത് അതിന്റെ ഇൻവേഴ്സ് പ്രോസസ്സാണ് എഫ് ഇൻവേഴ്സ് ചെയ്യുക, അല്ലേ? ഒരു കാര്യത്തിന്റെ ഇൻവേഴ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് തന്നു. ഓക്കെ, ഒരു ഫ്ലവർ വൈസ് ആണെന്ന് കരുതുക. എങ്ങനെ ഫ്ലവർ വൈസ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് തരിക? കടയിൽ നിന്ന് ഒരു ഫ്ലവർ വൈസ് വാങ്ങിയിട്ട് നേരിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? ഇല്ല. എന്ത് ചെയ്യും? ഫ്ലവർ വൈസ് ആദ്യം ഒരു ബോക്സിനകത്താക്കും, എന്നിട്ട് അത് സാധാരണ ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്യും, എന്നിട്ട് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവർ കൊണ്ട് പിന്നെ പേപ്പർ കൊണ്ട് കവർ ചെയ്യും, അതിനുശേഷം അതൊരു ബാഗിലാക്കും, എന്നിട്ടാണ് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം, അല്ലേ? നിങ്ങൾ എന്താ ചെയ്യുക? ആ ബാഗ് അതുപോലെ തന്നെ ഷോക്കേസിൽ കൊണ്ടുപോയി വെക്കുക? ഒരിക്കലില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അത് അഴിച്ച് അതിനകത്തുള്ള ഫ്ലവർ വൈസ് മാത്രം നമ്മളത് കീപ്പ് ചെയ്യുക, അല്ലേ? അപ്പൊ നിങ്ങളത് അഴിക്കുക എന്നുള്ളത് പിന്നെ നിങ്ങളെ ഫ്രണ്ട് ചെയ്തിട്ടുള്ളത് അത് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇൻവേഴ്സ് പ്രോസസ് നിങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ ഫ്രണ്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബോക്സ് ആണോ നിങ്ങൾ ആദ്യം അഴിക്കുക? അല്ലല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യുക ബാഗാണ് റിമൂവ് ചെയ്യുക. ഫ്രണ്ട് എന്താണോ അവസാനം ചെയ്തത് അതിന്റെ ഇൻവേഴ്സ് പ്രോസസ് നിങ്ങൾ ആദ്യം ചെയ്യും. രണ്ടാമത് നിങ്ങൾ ആ മനോഹരമായിട്ടുള്ള കവർ റിമൂവ് ചെയ്യും. അതാണ് ഫ്രണ്ട് അതിന്റെ തൊട്ട് മുന്നേ ചെയ്തത്, അല്ലേ? പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? അതിന്റെ പുറത്തുള്ള കവർ, സാധാരണ കവർ റിമൂവ് ചെയ്യും, പിന്നെ ബോക്സ് റിമൂവ് ചെയ്യും. ഏറ്റവും അവസാനമാണ് ആ ഫ്ലവർ വൈസ് നിങ്ങൾക്ക് കിട്ടുക. ഫ്രണ്ട് ആദ്യം എന്താ കണ്ടത്? ഫ്ലവർ വൈസ്. നിങ്ങൾ അവസാനമാണ് എന്ത് കാണുക? ഫ്ലവർ വൈസ്. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്തതിനെ തിരിച്ചു ചെയ്യുമ്പോൾ അവസാനം ചെയ്തതാണ് ആദ്യം തിരിക്കേണ്ടത്. തിരിക്കുകയാണ് വേണ്ടത്, ആദ്യം തിരിച്ചെഴുതേണ്ടത്. അപ്പൊ എഫ് ഇൻവേഴ്സ് ആദ്യമായിട്ട് എന്താ ചെയ്യുക അറിയോ? എഫ് രണ്ടാമത് ചെയ്ത ആഡിങ് എന്നുള്ളതിനെ ഇൻവേഴ്സ് ചെയ്യും, റിവേഴ്സ് ചെയ്യും. ആഡിങ്ങിന്റെ റിവേഴ്സ് എന്താ മക്കളെ? ആഡിങ്ങിന്റെ റിവേഴ്സ് സബ്ട്രാക്ടിങ് അല്ലേ? അപ്പൊ സബ്ട്രാക്ടിങ് 3. ഓക്കെ, എഫ് ഇൻവേഴ്സ് ആദ്യം ചെയ്യുക, 3 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എഫ് ഇൻവേഴ്സ് എക്സ് എന്നുള്ള നമ്പറിന് 3 സബ്ട്രാക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുക? പറഞ്ഞോളൂ. x-3. അപ്പൊ എഫ് ഇൻവേഴ്സ് ആദ്യം x-3 ആക്കും എക്സിനെ. ഓക്കെ, പിന്നെ എഫ് ഇൻവേഴ്സ് രണ്ടാമത് എന്താ ചെയ്യുക? എഫ് ആദ്യം ചെയ്തതിന്റെ ഇൻവേഴ്സ് പ്രോസസ്. എഫ് എന്താ ആദ്യം ചെയ്തത്? മൾട്ടിപ്ലൈയിങ് ബൈ 4. എന്താ അതിന്റെ ഇൻവേഴ്സ് പ്രോസസ്? ഡിവൈഡിങ് ബൈ 4, അല്ലേ? ഡിവൈഡിങ് ബൈ 4. അപ്പൊ x-3 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, x-3 4 കൊണ്ട് ഡിവൈഡ്. അപ്പൊ എഫ് ഇൻവേഴ്സ് കിട്ടി, അല്ലേ? ഇതല്ലേ നേരത്തെ കിട്ടിയ എഫ് ഇൻവേഴ്സ്. അപ്പൊ ഇത്തരം ഫംഗ്ഷന്റെ എഫ് ഇൻവേഴ്സ് നേരിട്ട് പറയാൻ വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചോ? മനസ്സിലായോ? അപ്പൊ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്യും? R എന്ന് Rലേക്ക് ഡിഫൈൻ ചെയ്യും. എന്താ എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ? ഇതാണ് ഡെഫിനിഷൻ, s-3/4. ഞാൻ വിശദീകരിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ? ഇതുപോലുള്ള ഫംഗ്ഷൻസിന്റെ ഒക്കെ ഇൻവേഴ്സ്, ഇതുപോലല്ല പല ഫംഗ്ഷൻസിന്റെയും ഇൻവേഴ്സ് ഇതേപോലെ അതിന്റെ പ്രോസസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, 1-2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. എഫ് ഇൻവേഴ്സ് എഫ് 2x-1 എന്ന് കരുതാം. എഫ് ഇൻവേഴ്സ് നിങ്ങളെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ. എന്താ എഫ് ചെയ്തത്? എക്സിനെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 1 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എഫ് ഇൻവേഴ്സ് എന്താ ചെയ്യുക? ആദ്യം 1 സബ്ട്രാക്ട് ചെയ്ത് ഒഴിവാക്കും, 1 ആഡ് ചെയ്യും. അപ്പൊ x+1 ആവും, അല്ലേ? പിന്നെ ആദ്യം ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, അത് ഒഴിവാക്കും. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? പറ, x+1 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇതാണ് എഫ് ഇൻവേഴ്സ്. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ x+b ഏതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുമല്ലോ, അല്ലേ? x+b നമുക്കൊന്ന് നോക്കാം. x+bയുടെ ഇൻവേഴ്സ് എന്താ വരിക? x+bയുടെ ഇൻവേഴ്സ് പ്രോസസ്. എഫ് എന്താ ചെയ്തത്? ആദ്യം എക്സിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ b ആഡ് ചെയ്തു. അപ്പൊ b ആഡ് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കുക. ബി സബ്ട്രാക്ട് ചെയ്താൽ പോലെ എക്സ് എന്ന് ബി സബ്ട്രാക്ട് ചെയ്യുക. പിന്നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ ഒഴിവാക്കുക? എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x-b ഡിവൈഡ് ബൈ എ എന്ന് കിട്ടും. ഇതാണ് a+bയുടെ ഇൻവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇൻഫിനിറ്റി മെനി ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റി. a+b എക്കും ബിക്കും ഏത് നമ്പറും കൊടുക്കാലോ, അല്ലേ? എല്ലാ ലൈൻസിന്റെയും ഇൻവേഴ്സ് നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് പറയാൻ പറ്റി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? എ 0 ആകാൻ പാടില്ല, അല്ലേ? എ 0 ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻവേഴ്സ് ഉണ്ടാവില്ലല്ലോ. ഇല്ല. നോക്കൂ നിങ്ങൾ, എ 0 ആയാൽ എന്താ സംഭവിക്കുക? എ ഇവിടെ 0 ആയി കഴിഞ്ഞാൽ f(x) b എന്നാവില്ലേ? ആരാ f(x) b എന്ന് പറയുന്നത്? f(x) കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ? അത് ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ? എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുള്ളത്? ഒരു ഹൊറിസോണ്ടൽ ലൈനും എന്തല്ല? ബൈജക്റ്റീവ് അല്ല. ആര് മാത്രമാണ് ബൈജക്റ്റീവ്? ചെരിഞ്ഞു വരുന്ന ലൈൻ, ഒബ്ലീക്ക് ലൈൻ. ചെരിഞ്ഞു വരുന്ന ലൈൻ മാത്രമാണ് ബൈജക്റ്റീവ് ആയിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ലൈൻ ബൈജക്റ്റീവ് അല്ല. എ 0 ആയി കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആവും. ഹൊറിസോണ്ടൽ ലൈൻ ബൈജക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അതിന് ഇൻവേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് എ 0 ആകുന്ന സമയത്ത് ഇൻവേഴ്സ് ഉണ്ടാവില്ല. എന്തൊരു ഭംഗിയാണ് മാത്തമാറ്റിക്സിനല്ലേ? അവിടെ പറഞ്ഞ കാര്യം ഇവിടെയും അതുപോലെ ശരിയാവുന്നു, അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്തമാറ്റിക്സിന്റെ പഠിത്തം വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എ 0 ആകുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആകും, അതുകൊണ്ടാണ് എന്തില്ലാത്തത്? ഇൻവേഴ്സ് ഇല്ലാത്തത്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്കൊരു ബോക്സിലാക്കി വെക്കാം. ശ്രദ്ധിക്കൂ. ദി ലീനിയർ ഫംഗ്ഷൻ ഫ്രം R to R ഡിഫൈൻഡ് ബൈ f(x) a+b ഈസ് ഓൾവേസ് ഇൻവെർട്ടിബിൾ. ഈ ഫംഗ്ഷൻ എപ്പോഴും ഇൻവെർട്ടിബിൾ ആണ്. എന്താ അതിന്റെ ഇൻവേഴ്സ്? ഇൻവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, x-b ഡിവൈഡ് ബൈ a. എഫ് ഇൻവേഴ്സ് x x-b ഡിവൈഡ് ബൈ a. ആരാവരുത് മക്കളെ? 0 ആവരുത്. നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായോ? ഒരു ബോക്സ്
ബോക്സിലാക്കി വെക്കും ഈ റിസൾട്ട്. ഇതൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഭാവിയിലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ്. നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ 7th ക്വസ്റ്റ്യൻ ആൻസർ ആണ് കഴിഞ്ഞത്. ഇനി നമ്മൾ 8th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടുന്ന് ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഒരാൾ റിമൂവ് ചെയ്യുന്നു, സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരാൾ റിമൂവ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ f(x) = 4x/3s+4 എന്ന ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തത്. ഇവിടെ 4s+0 ആണ്. അവിടെ നമ്മൾ x-2/s-3 ചെയ്തിട്ടുണ്ട്. അത് 1 1 ആണെന്ന് കാണിക്കണം. അതിന്റെ ബൈജക്ടിവിറ്റി ചെക്ക് ചെയ്യണം. അതിന്റെ ഇൻവേഴ്സ് നോക്കണം. ഇൻവേഴ്സ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇൻവേഴ്സ് നോക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ബൈജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇത് ബൈജക്റ്റീവ് ആണ്. എന്താ കാരണം? ഇവിടെ നമ്മൾ ഒരാൾ ഒഴിവാക്കിയിട്ടില്ലേ. എന്തിനാ ഒഴിവാക്കിയത്? ഇത് റാഷണൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ. ഇതാ ഈ രൂപത്തിലുള്ള ഗ്രാഫ് ഓർമ്മയില്ലേ? ശരി, റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഗ്രാഫ് പോലെയുള്ള ഗ്രാഫ്. ശരി, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്തിനാ ഈ ആൾ ഒഴിവാക്കിയത്? -4/3 എന്തിനാ ഒഴിവാക്കിയത്? ഇതിനെ ഒഴിവാക്കിയത് ഫംഗ്ഷൻ ആവാൻ വേണ്ടി അല്ലെ. ഇതിനെന്തിനാ ഒഴിവാക്കിയ 4/3 ഓൺ ടു ആവാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ് പഠിക്കണം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. 4/3 ഒഴിവാക്കി ഓൺ ടു ആവാൻ വേണ്ടി. അപ്പൊ ഇത് 1 1 ആണ്, ഓൺ ടു ആണ്, ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, ഇനി അതിന്റെ ഓൾജിബ്രൈക് പ്രൂഫിലേക്ക് നമുക്ക് പോകാം. ശ്രദ്ധിക്കൂ. f(x1) = f(x2) implies ആരാ f(x1)? 4x1/3s1+4 അല്ലെ. 4x1/3s1+4. ആരാ f(x2)? 4x2/3s2+4. ഓക്കെ, ഇങ്ങനെ കിട്ടി. നമുക്കിവിടെ എന്താ കിട്ടേണ്ടത്? ഇനി s1 = s2 എന്ന് കിട്ടണം. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4x1 × 3s2+4 = 4x2 × 3s1+4. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 4x1 × 3s2 12x1x2 + 16s1 = 12x1s2 + 16x2. ഓക്കെ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഈ രണ്ട് ടേംസും സെയിം അല്ലേ, ക്യാൻസൽ ചെയ്തില്ലേ. ബാലൻസ് എന്താ ഉണ്ടാവുക? 16x1 = 16s2. 16 16 സെയിം അല്ലേ, ക്യാൻസൽ ചെയ്തില്ലേ. ബാക്കി എന്താ ഉണ്ടാവുക? x1 = s2. f(x1) = f(x2) implies x1 = s2. അതുകൊണ്ട് ഫംഗ്ഷൻ 1 1 അല്ലേ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് പഠിക്കുക. വെരി ഈസിയാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. നമ്മുടെ ഈ ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ ആണ് എന്ന് കിട്ടി. ഇനി നമുക്കിത് സജക്റ്റീവ് ആണ് എന്ന് കാണിക്കണം. ഓക്കെ, ഇതിന്റെ സർജക്റ്റിവിറ്റി കാണിക്കണം. ശ്രദ്ധിക്കൂ, എങ്ങനെ സർജക്റ്റിവിറ്റി കാണിക്കുക? സർജക്റ്റിവിറ്റി കാണിക്കാൻ സെക്കൻഡ് സെറ്റിൽ ഒരുപാട് തവണ പറയുന്നതാണ്. സെക്കൻഡ് സെറ്റിൽ നമ്മളൊരു y എടുക്കണം. ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് r - -4/3 ആണ്. ഓക്കെ, സെക്കൻഡ് സെറ്റ് r - 4/3 ആണ്. സെക്കൻഡ് സെറ്റിൽ ഞാനൊരു y എടുത്തു. എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് കണ്ടെത്താൻ കഴിയണം. സെക്കൻഡ് സെറ്റിലാണ് y എടുക്കേണ്ടത് r - 4/3. അതായത് 4/3 അല്ലാത്ത റിയൽ നമ്പറാണ് ഞാൻ എടുക്കേണ്ടത്. എന്തായിരിക്കും അതിന്റെ ഡെഫിനിഷൻ വരേണ്ടത്? y = f(x), അതായത് 4x/3s+4. ഓക്കെ, ഞാൻ സെക്കൻഡ് സെറ്റ് 4/3 എന്നുള്ള r - 4/3 എന്നുള്ള സെറ്റിൽ ഞാനൊരു y എടുക്കുന്നു. വൈയുടെ ഡെഫിനിഷൻ ഞാൻ കൊടുക്കുന്നത് 4x/3s+4 ആണ്. എന്റെ ലക്ഷ്യം, എന്റെ ഒബ്ജക്റ്റീവ്, എന്റെ ആഗ്രഹം എന്ത് തന്നെ? x കാണാൻ. x = f(i) എന്ന് എഴുതാനാണ്. അപ്പൊ ഞാൻ x കാണാൻ ശ്രമിക്കുന്നു. y × 3s+4 = 4x എന്ന് എഴുതുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3xy+4y = 4x എന്ന് കിട്ടുന്നു. x ആണ് കാണേണ്ടത്. x നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. x ഉള്ള സ്ഥലം ഞാൻ നോക്കുന്നു, മാർക്ക് ചെയ്യുന്നു, അതിന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 3xy - 4x = -4y. x വേണമല്ലോ, x നെ പുറത്തെടുക്കുന്നു. x നെ പുറത്തെടുക്കുമ്പോൾ 3y - 4 = -4y. ഇവിടുത്തെ മൈനസ് ഒരു അരോചകമായതുകൊണ്ട് മൈനസ് ഒഴിവാക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 - 3y എന്ന് വരും, ഇവിടെ 4y എന്ന് വരും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഇനി x സ്വതന്ത്രമായിട്ട് നമുക്ക് കിട്ടും. x ആരാണ്? x = 4y / 4 - 3y. ഓക്കെ, ഇതാണ് x കിട്ടിയ. y-യുടെ രൂപത്തിൽ x നെ കിട്ടി. അവിടെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. y-യുടെ രൂപത്തിൽ x കിട്ടുമ്പോഴും x = f(i) ആകുമ്പോഴാണ് നമ്മൾ ഈ പ്രോസസ് അവസാനിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഈ നമ്പർ റിയൽ നമ്പർ ആണ് കിട്ടണം. എന്താ r - 4/3 ആണ്? -4/3 അല്ലാത്ത റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ റിയൽ നമ്പർ ആണ് കിട്ടണം അല്ലെ. ഈ നമ്പർ റിയൽ നമ്പർ ആകാതിരിക്കൽ എപ്പോഴാ? ഈ നമ്പർ 0 ആകുമ്പോഴല്ലേ. 4 - 3y 0 ആകുമ്പോഴല്ലേ. 4 - 3y 0 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. 3y ആരായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ y ആരായിരിക്കും? 4/3 ആയിരിക്കും. y 4/3 ആകുന്ന സമയത്ത് ഇത്തരം ഒരു നമ്പർ ഉണ്ടാവില്ല. ഓക്കെ, y 4/3 ആകുന്ന സമയത്ത് ഇത്തരം ഒരു x ഉണ്ടാവില്ല. പക്ഷേ y ആരാകില്ല? 4/3 ആവില്ല. നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. 4/3 സെക്കൻഡ് സെറ്റ് എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനായി 4/3 സെക്കൻഡ് സെറ്റ് എന്ന് ഒഴിവാക്കിയത്? 4/3 ആയിരുന്നു y എങ്കിൽ നമുക്കൊരു x നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ r എന്നായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺ ടു ആകുമോ? ആകില്ല. ഓക്കെ, r എന്നാണെങ്കിൽ ഓൺ ടു ആയില്ല. r - 4/3 ആകുമ്പോൾ മാത്രമേ എന്താകുള്ളൂ? ഓൺ ടു ആകുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് പറ്റി? ഇവിടെയുള്ള എല്ലാ വൈക്കും ഇപ്പുറത്തൊരു x നെ കണ്ടുപിടിക്കാൻ പറ്റി. ആരാണ് x? x = 4y / 4 - 3y അല്ലെ. ഇവിടെയുള്ള എല്ലാ വൈക്കും ഒരു പ്രീ ഇമേജ് ഉണ്ട് അല്ലെ. എല്ലാ വൈക്കും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ? ഓൺ ടു ഫംഗ്ഷനാ. ഓക്കെ, 1 1 ആണ്, ഓൺ ടു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. കൃത്യമല്ലേ? നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, ശരി. ഇനി നമുക്ക് അതിന് ഇൻവേഴ്സ് കാണാൻ ശ്രമിക്കാം. f ഡിഫൈൻ ചെയ്യുന്നത് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കാണ്. ഓക്കെ,
മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞു എഫ് ബൈജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ബൈജക്റ്റീവായ എല്ലാ ഫംഗ്ഷനും എന്തുണ്ട്? ഇൻവേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ട ഡയലോഗ്. കാരണം ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ട്. ആ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. എഫ് എവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു? r - 4/3 നിന്ന് r - 4/3 എഫ് ഡിഫൈൻ ചെയ്യുന്നു അല്ലെ. എന്താ ഡെഫിനിഷൻ? f of x = 4x/3s + 4. നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓൺ ടു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിക്കൂ, എന്താ എഫിന്റെ ജോലി മക്കളെ? എഫിന്റെ ജോലി എക്സിനെ എന്താക്കല? വൈ ആക്കല. ആരാണ് വൈ? എക്സിനെ വൈ ആക്കലാണ് എഫിന്റെ ജോലി. ആരാണ് വൈ? വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അതായത് 4x / 3s + 4 ആണ്. ഓക്കെ, 4x / 3s + 4. അപ്പോൾ എഫിന്റെ ജോലി എക്സിനെ 4x / 3x + 4 ആക്കലാണ്. അപ്പൊ എഫ് ഇൻവേഴ്സ് എന്താ ചെയ്യുക? വൈനെ എക്സ് ആക്കും. എക്സ് ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. എഫ് ഇൻവേഴ്സ് നേരെ വൈനെ എക്സ് ആവും. എക്സ് ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എക്സ് ആരായിരുന്നു? 4y / 4 - 3y. മനസ്സിലായോ? വൈ ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് ചെയ്യുന്നത് വൈനെ 4y / 4 - 3 ആക്കുക. അപ്പൊ എഫ് ഇൻവേഴ്സ് എഫ് എക്സിനെ 4x / 3s + 4 ആക്കുന്നത് കൊണ്ട് എഫ് ഓഫ് എക്സ് ആരാ? 4x / 3s + 4. എഫ് ഇൻവേഴ്സ് വൈയെ 4y / 4 - 3y ആക്കുന്നത് കൊണ്ട് എഫ് ഇൻവേഴ്സ് വൈ ആരാ? 4y / 4 - 3y അല്ലെ. അപ്പൊ എഫ് ഇൻവേഴ്സ് കിട്ടിയല്ലോ. ഈ നമ്പർ കിട്ടാൻ വല്ല പ്രയാസമുണ്ടോ? ഈ എക്സ്പ്രഷൻ കിട്ടാൻ? ഇല്ല. ഇതാരാ? ഓൺ ടു ആണെന്ന് തെളിയിച്ചില്ലേ? അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാ. ഓക്കെ, അവസാനത്തെ എക്സ്പ്രഷന് ആ ആളെ നേരെ കിട്ടി എഴുതി വെച്ചാൽ മാത്രം മതി ഇൻവേഴ്സ് കാണാൻ. അപ്പൊ ഇൻവേഴ്സ് കാണുക എന്നുള്ള പ്രയാസമേ ഇല്ല. ഓൺ ടുവിന്റെ അവസാനത്തെ സ്റ്റെപ്പിൽ ആളാണ് ആരായിട്ട് വരിക? ഇൻവേഴ്സ് ആയിട്ട് വരിക. അപ്പൊ എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു? 4/3 നിന്ന് -4/3 എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുക. നേരെ തിരിച്ചാ ഡിഫൈൻ ചെയ്യുക. എന്താ അതിന്റെ ഡെഫിനിഷൻ? എഫ് ഇൻവേഴ്സ് y = 4y / 4 - 3y. നേരത്തെ പറഞ്ഞ പോലെ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് വൈയിൽ പറയാറില്ല, എക്സിലാണ് പറയുക. അപ്പൊ എന്തുണ്ടാവും? എഫ് ഇൻവേഴ്സ് x = 4x / 4 - 3x. ഓക്കെ, ഇതാണ് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. ഭംഗിയായിട്ട് എഴുതിയെടുക്കുക. നന്നായിട്ട് പഠിക്കുക. ശരി, ഇനി നമ്മൾ നേരത്തെ x - 2/s - 3 ചെയ്തു. ഇപ്പോൾ 4x / ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം ഫംഗ്ഷനെ പൊതുവായിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഒരാൾ ഒഴിവാക്കി, സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരാൾ ഒഴിവാക്കി. ഇതൊക്കെ ഇങ്ങനെ ജനറൽ ആയിട്ട് ഇൻഫിനിറ്റ്ലി മെനി ആയിട്ടുള്ള ഇത്തരം ഫംഗ്ഷൻ ഉണ്ടല്ലോ. എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ നമുക്ക് ഏത് നമ്പറും കൊടുക്കാലോ. അന്നേരം നമുക്ക് അതിന്റെ ഇൻവേഴ്സ് കാണാനുള്ള ഷോർട്ട് കട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ എന്താ അല്ലേ? നല്ലതല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ എൻ്റെ ആൻസർ കിട്ടും. നേരത്തെ ചെയ്ത പോലെ ഇത് ചെയ്ത ആൻസർ കിട്ടും. എവിടെ നിന്നായിരിക്കും ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ CS + d 0 ആകാൻ പാടില്ലല്ലോ. അതായത് x - d/c ആകാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഡിഫൈൻ ചെയ്യുക r - d/c നിന്ന്. എങ്ങോട്ടാ ഡിഫൈൻ ചെയ്യേണ്ടത്? ഓൺ അതിന്റെ റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്യണം. റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്താലേ ഓൺ ടു ആവുള്ളൂ, ബൈജക്റ്റീവ് ആവുള്ളൂ. അപ്പൊ റേഞ്ച് കാണുന്ന മാർഗം എന്താ? y = എന്ന് എഴുതിയിട്ട് എക്സിന്റെ രൂപത്തിൽ എഴുതുക, ഡിനോമിനേറ്റർ 0 കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് r - d/c എന്ന് r - a/c ലേക്കായിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എവിടുന്ന ഡിഫൈൻ ചെയ്യുക? നേരെ തിരിച്ച് r - a/c നിന്ന് r - d/c ലേക്കാണ് അതിന്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുക. നേരെ തിരിച്ചാ ഡിഫൈൻ ചെയ്യുക. എന്താ അതിന്റെ ഡെഫിനിഷൻ എന്നറിയോ മക്കളെ? അതിന്റെ ഡെഫിനിഷൻ ഇതാ. എഫ് ഇൻവേഴ്സ് x = b - ds/cs - a. ഇതെങ്ങനെ കിട്ടിയെന്ന് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഈ എഫ് ഓഫ് എസിന് y എന്ന് കൊടുത്തിട്ട് y = s + b/cs + d എന്ന് എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സിനെ വൈയുടെ രൂപത്തിലേക്ക് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? b - dy / cy - a എന്ന് കിട്ടും. ആ വൈക്ക് പകരം x കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ. ഇതാണ് ഇൻവേഴ്സ്. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക ഷോർട്ട് കട്ട് എല്ലാവർക്കും മനസ്സിലായോ? ഇൻവേഴ്സ് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നോക്കൂ, b - dx. ഈ ഫംഗ്ഷൻ കിട്ടിയാൽ തന്നെ ഇൻവേഴ്സ് പറയാൻ പറ്റും. b - dx / cx - a. ഓക്കെ, b - dx / cx - a. വളരെ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ദി ഇൻവേഴ്സ് ഓഫ് ദി ഫംഗ്ഷൻ f from r - d/c to r - a/c defined by this is given by ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ഇത് എന്ന് മനസ്സിലാക്കി. ഇത് വളരെ നല്ല ഷോർട്ട് കട്ട് ആണ്, വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. Therefore write it in a box and study well. Okay, now let us move to next question. വളരെ രസകരമായിട്ടുള്ള മറ്റൊരു ചോദ്യം. എഫ് ഡിഫൈൻ ചെയ്യുന്ന r+ൽ നിന്ന് -5 ഇൻഫിനിറ്റിയിലേക്കാണ്. എഫ് ഓഫ് x = n² + 6x - 5 ആണ് ഡെഫിനിഷൻ. നിങ്ങൾ കണ്ടപ്പോൾ ഒരു പക്ഷേ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. എന്താ കാരണം? എഫ് ഓഫ് x = n² + 6x - 5 ആരാ? പരാബോളയാണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പരാബോളയും 1 അല്ല, ഒരു പരാബോളയും ഓൺ ടു അല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് 1 ആയി, ഇത് ഓൺ ടു ആകാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നിങ്ങൾ ഒരു പക്ഷേ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് സമയം നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ ഉടനെ നിങ്ങൾ ഈ ഡെഫിനിഷനിലേക്ക് നോക്കും. എപ്പോഴാണ് ഒറിജിനൽ പരാബോള ആവുക? ഒറിജിനൽ പരാബോള ആകാൻ വേണ്ടി r നിന്ന് r ലേക്ക് ഡിഫൈൻ ചെയ്യണം. r നിന്ന് r ലേക്ക് ഞാൻ r മാറ്റി r+ ആക്കി, ഇപ്പുറത്ത് r മാറ്റി ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ -5 ഇൻഫിനിറ്റി ആക്കി. എന്തിനായിരിക്കും ഇത് r+ ആക്കിയത്?
അത് നമുക്ക് വഴിയെ കാണാം. എന്തിനായിരിക്കും ഇത് -5 ഇൻഫിനിറ്റി ആക്കിയത്, അത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് 1 ആണ് എന്ന് കാണിക്കാം. സാധാരണ പോലെ ഞാൻ പെട്ടെന്ന് പറയാം. f of x1 equal to f of x2 implies ഇവിടെ f of x1 കൊടുക്കുന്ന സമയത്ത് 9x1 square plus 6x1 minus 5 എന്ന് വരും. f of x2 കൊടുക്കുന്ന സമയത്ത് 9x2 square plus 6x2 minus 5 എന്ന് വരും. രണ്ടും ഈക്വൽ ആണ്. -5 ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ 9s1 സ്ക്വയർ ഉണ്ട്, ഇവിടെ 9s2 സ്ക്വയർ ഉണ്ട്. രണ്ടിനെയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഈ 6x2 6x1 അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, 9s1 സ്ക്വയർ മൈനസ് 9s2 സ്ക്വയർ 6s1 മൈനസ് 6s2 ഈക്വൽ 0 എന്ന് വരും. സിമ്പിൾ മാത്തമാറ്റിക്സ്, കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല. എല്ലാത്തിലും 3 കോമൺ ആണ്. 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 3x1 സ്ക്വയർ മൈനസ് 3x2 സ്ക്വയർ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2x1 മൈനസ് 2x2 ഈക്വൽ 0 എന്ന് വരുന്നു. ഇനി ശ്രദ്ധിക്കുക, ബ്ലൂ കളർ കൊണ്ട് എഴുതിയിട്ടുള്ളത് നോക്കൂ. 3 പുറത്തെടുത്താൽ s1 സ്ക്വയർ മൈനസ് s2 സ്ക്വയർ എന്നല്ലേ വരിക. ആരാ a സ്ക്വയർ മൈനസ് b സ്ക്വയർ? a മൈനസ് b ഇൻറ്റു a പ്ലസ് b. ചെറിയ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് എപ്പോഴും ഉപയോഗിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു x1 മൈനസ് x2 ഇൻറ്റു x1 പ്ലസ് x2 എന്ന് എഴുതാം അല്ലേ. 3 ഇൻറ്റു s1 മൈനസ് s2 ഇൻറ്റു s1 പ്ലസ് x2. ഇവിടെ 2 കോമൺ ആണല്ലോ. 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു s1 മൈനസ് s2 ഈക്വൽ ടു 0. ഇനി നോക്കൂ, ഈ എക്സ്പ്രഷൻ നോക്കൂ. ഇവിടെ ആര് കോമൺ ആണ്? ഇവിടെ 2 ടേംസ് ആണ്. ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം. ഒന്നാമത്തെ ടേമിൽ x1 മൈനസ് s2 കോമൺ, രണ്ടാമത്തെ ടേമിൽ s1 മൈനസ് s2 കോമൺ. ആ ടേമിൽ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? 3x1 പ്ലസ് 3x2. ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? 2. അപ്പോൾ x1 മൈനസ് x2 ഇൻറ്റു 3x1 പ്ലസ് 3x2 പ്ലസ് 2 ഈക്വൽ 0 എന്നായിരിക്കും അടുത്ത സ്റ്റെപ്പ് വരാം. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനിയാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? f of x1 equal to f of x2 ആകുന്ന സമയത്ത് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. ഇവിടെ 2 ടേമിന്റെ പ്രോഡക്റ്റ് ആണ് 0 അല്ലേ. നമുക്ക് x1 equal x2 എന്ന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്താവാൻ പാടില്ല? 3x1 പ്ലസ് 3x2 പ്ലസ് 2 ഒരിക്കലും 0 ആകാൻ പാടില്ല. 3x1 പ്ലസ് 3x2 പ്ലസ് 2 0 കഴിഞ്ഞാൽ നമുക്ക് s1 equal s2 എന്ന് മാത്രം ആൻസർ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് 0 അല്ല എന്ന് സമർത്ഥിക്കണം, ഇത് 0 അല്ല എന്ന് സമർത്ഥിക്കണം. ഇത് 0 ആണോ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് 0 ആണോ അല്ലേ? ഇത് 0 അല്ല. എന്തുകൊണ്ടാണ് ഇത് 0 അല്ലാത്തത്? ആരാ x1? x1 r പ്ലസിലെ മെമ്പറാ. x2 ആരാ? r പ്ലസിലെ മെമ്പറാ. എന്താ r പ്ലസ് എന്ന് പറഞ്ഞാൽ? നോൺ നെഗറ്റീവ് റിയൽ നമ്പറാ, നെഗറ്റീവ് അല്ലാത്ത നമ്പറാ. ഇത് നെഗറ്റീവ് അല്ല, ഇത് നെഗറ്റീവ് അല്ല. അതായത് ഇതൊക്കെ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇനി 0 ആയാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ ഇത് പോസിറ്റീവോ 0 ആണെങ്കിൽ മിനിമം 2 അല്ലേ ആൻസർ വരിക. അപ്പോൾ ഇതൊരിക്കലും 0 എന്ന ആൻസർ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ എക്സ്പ്രഷൻ എന്താവില്ല? ഒരിക്കലും 0 ആകില്ല. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ. ഈ ടേം ഒരിക്കലും 0 ആവില്ല. ഈ ടേം ഒരിക്കലും 0 അല്ലാത്തത് കൊണ്ട്, ഈ ടേം ഒരിക്കലും 0 അല്ലാത്തതുകൊണ്ട് പിന്നെ ഇതാണ് 0 ആവുക. അപ്പൊ ഈ ടേമിനെ 0 ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ r പ്ലസ് എന്ന് കൊടുത്തത്. ഒരു ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായോ? r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് നമ്പർ വരാം. അപ്പൊ ആൻസർ 0 എന്ന് വരുന്നതിന് കുഴപ്പമില്ല. അപ്പൊ 0 എന്ന് വരാൻ നമുക്ക് പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ r മാറ്റിയിട്ട് അതിന്റെ ഡൊമൈൻ ഷ്രിങ്ക് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഡൊമൈൻ നമ്മൾ ഷ്രിങ്ക് ചെയ്തിട്ട് r പ്ലസിലേക്ക് മാറ്റിയത് 1 ആകാൻ. അപ്പൊ ഇവിടെ ഷ്രിങ്ക് ചെയ്തത് എന്തിനാ? 1 ആവാൻ. ഇവിടെ ഷ്രിങ്ക് ചെയ്ത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ x1 ഉം x2 ഉം r പ്ലസിലെ മെമ്പർ ആണ്. അതുകൊണ്ട് ഇത് 0 അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ മക്കളെ? ഇത് 0 അല്ലെങ്കിൽ പിന്നെ 2 ടൈം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടിയില്ലേ? ഒരാൾ 0 ആകണ്ടേ? ആവണം. ആരാ 0 ആവുക? x1 മൈനസ് s2 ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം എന്താ? x1 ഈക്വൽ s2. f of x1 ഈക്വൽ f of s2 x1 ഈക്വൽ s2 അല്ലേ? അതുകൊണ്ട് ഫംഗ്ഷൻ ആരാണ്? 1. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇതിനേക്കാൾ മനോഹരമായിട്ട് എഴുതുക. കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഈ കളർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഞാൻ വിശദീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ കളർ കൊണ്ട് എഴുതിയാലും മതിയാകും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണ് കിട്ടി. 1 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഡൊമൈൻ സ്ട്രിങ്ക് ചെയ്ത് r നിന്ന് എങ്ങോട്ടാക്കിയത്? r പ്ലസിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്, സജക്റ്റീവ് ആണെന്ന് കാണിക്കണം. ഓക്കെ, എങ്ങനെ സജക്റ്റീവ് ആണെന്ന് കാണിക്കുക? ഈ r പ്ലസിൽ നിന്ന് -5 ഇൻഫിനിറ്റിയിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സെക്കൻഡ് സെറ്റിൽ ഞാനൊരു y എടുക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജിനെ ഞാൻ ഫസ്റ്റ് സെറ്റിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ y ഈക്വൽ ടു f of x ൽ നിന്നും x ഈക്വൽ ടു f of y യിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഏത് രൂപത്തിലാണ് ഞാൻ ഈ y എടുക്കേണ്ടത്? f of x ആകുന്ന രൂപത്തിൽ. ആരാണ് f of x? ഞാൻ സെക്കൻഡ് സെറ്റിൽ y എടുത്തു. y ബിലോങ്സ് ടു ദി സെക്കൻഡ് സെറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആ yക്ക് ഡെഫിനിഷൻ കൊടുത്തത് f of x എന്നാണ്. 9² പ്ലസ് 6x മൈനസ് 5. ഈ രൂപത്തിലാണ് ഞാൻ ഡെഫിനിഷൻ കൊടുത്തത്. ഇനി എനിക്ക് എന്ത് വേണമെന്ന് അറിയോ? x ഈക്വൽ ടു f of y വേണം. നേരത്തെ പോലെ അത്ര സിമ്പിൾ അല്ല അല്ലെ? x ഈക്വൽ ടു f of y എന്ന് എക്സ്പ്രസ് ചെയ്യാൻ അത്ര സിമ്പിൾ അല്ല. എങ്കിലും ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. x ഈക്വൽ ടു f of y ആക്കാൻ ഒരുപാട് മാർഗ്ഗമുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ 5ന് -5 ഞാൻ കളർ കൊടുത്തത് കണ്ടോ? ഞാൻ -5 മാറ്റാൻ പോവുകയാണ്.
-5 പകരം 1 - 6 എഴുതി. വല്ല കുഴപ്പമുണ്ടോ? വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. -5 പകരം 1 - 6. വാട്ട് ഈസ് 1 - 6? -5. ഇനി നോക്കൂ, ഈ അണ്ടർലൈൻ ചെയ്തിട്ട എക്സ്പ്രഷൻസ് നോക്കൂ. 9² + 6s + 1. വല്ല പരിചയവും നിങ്ങൾക്ക് അതിനുണ്ടോ? അത് നിങ്ങൾക്ക് കംപ്ലീറ്റിംഗ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 9² + 6s + 1 പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും അല്ലേ? 9² സ്ക്വയർ റൂട്ടാണ് 3x, 1 സ്ക്വയർ റൂട്ടാണ് 1. ഇത് 2 × ab എന്നുള്ള ഫോർമുല ആവും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3x + 1 ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാം. അപ്പൊ ഇത് 3x + 1 ഹോൾ സ്ക്വയർ -6 എന്ന് ഞാൻ ഇതിനെ മാറ്റി എഴുതി. y = ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് 3x + 1 ഹോൾ സ്ക്വയർ then -6. ഇനി നമുക്ക് x കാണാൻ ഒരു പ്രയാസമില്ലല്ലോ. അപ്പൊ ഈ ഒരു ടേമാണ്, ഈ ഒരു സ്റ്റെപ്പാണ് വെരി ഇമ്പോർട്ടന്റ്. ഇനി x കാണാൻ ഒരു പ്രയാസമില്ല. x ഉള്ള ടേമിന് ഒരു ഭാഗത്ത് വെക്കുന്നു, 6 മറുഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. 3x + 1 ഹോൾ സ്ക്വയർ = y + 6. അപ്പൊ x അല്ലേ വേണ്ടത്? അപ്പൊ 3x + 1 ആരാണെന്ന് എഴുതുക. 3x + 1 ആര് വരും? √5 + 6. അപ്പൊ നമുക്ക് x അല്ലേ വേണ്ടത്? x കിട്ടാൻ 3x മാത്രം എടുക്കുക, 1 അങ്ങോട്ട് കൊണ്ടുപോവുക. 3x = √5 + 6 - 1. അപ്പൊ x ആരാണെന്ന് കിട്ടും മക്കളെ. x നെ 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ. x = √5 + 6 - 1 / 3 എന്ന് കിട്ടും. അത് r+ ഉണ്ടായിരിക്കണം. അത് ആരെങ്കിലും ആയാൽ പോരാ, അത് r+ ഉണ്ടായിരിക്കണം. ഇത് r+ ഉണ്ടായിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, ഈ എക്സ്പ്രഷൻ r+ ഉണ്ടായിരിക്കണമെങ്കിൽ താഴെ നമ്പർ പോസിറ്റീവ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. മുകളുടെ നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. മുകളുടെ നമ്പർ പോസിറ്റീവ് ആയിരിക്കണമെങ്കിൽ ഈ y + 6 എന്നുള്ള ആള് 1 അതിനേക്കാൾ വലുതായിരിക്കണം. 1 സ്ക്വയർ റൂട്ട് 1 ആണ്. അപ്പൊ 1 - 1 0 വരും. നോൺ നെഗറ്റീവ് ആയാലും മതി. 1 സ്ക്വയർ റൂട്ട് 0 എന്ന് വരും. പിന്നെ 1 വലുതാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ നമ്പർ പോസിറ്റീവ് ആവും. അപ്പൊ ഈ y + x വാല്യൂ എന്തായിരിക്കണം? y + x വാല്യൂ > 1 ആയിരിക്കണം അല്ലെ? y + x വാല്യൂ > 1 ആകുമ്പോൾ y ആരാവും? > 1 - 6 ദാറ്റ് ഈസ് > -5. അപ്പൊ y തീർച്ചയായിട്ടും > -5 ആകുന്ന സമയത്ത് ഇത് r+ ഉണ്ടാവും. മനസ്സിലായല്ലോ? y > -5 ആകുന്ന സമയത്താണ് ഈ ഫംഗ്ഷൻ എവിടെ ഉണ്ടാവുക? r+ ഉണ്ടാവുക. ശ്രദ്ധിക്കൂ നിങ്ങൾ, y > -5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ -5 ∞ അല്ലേ? അതായത് y ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ -5 ∞ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് r+ ആയിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ y എടുത്തത്. അതുകൊണ്ട് ഈ നമ്പർ എവിടെയുള്ള നമ്പറാണ്? r+ നമ്പറാണ്. അതിന്റെ അർത്ഥം റൈറ്റ് -5 ∞ ഓരോ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ആ എക്സ് റിയൽ r+ നമ്പർ ആണ് എന്ന് മനസ്സിലായി. x = √5 + 6 - 1/3. വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീമേജ് ഉണ്ട്. √5 + 6 - 1/3 എന്നുള്ള ഒരു പ്രീമേജ് ഉണ്ട്. ഈ ആരോ മാർക്ക് കൊടുത്തത് എന്തിനാ? ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ, വേറൊരു കാര്യമില്ല. ഈ ആരോ ഇവിടെ എഴുതുന്ന സ്ഥലമല്ലോ, അപ്പൊ ഇങ്ങോട്ട് ആരോ മാർക്ക് കൊടുത്തതാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീമേജ് ഉള്ളതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താ? ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തുണ്ടാവും? ഇൻവേഴ്സ് ഉണ്ടാവും അല്ലെ? അതാണ് ക്വസ്റ്റ്യൻ സിയുടെ ആൻസറിലേക്ക് നമ്മൾ പോകുന്നത്. ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവും. സിൻസ് f is a bijective function it is invertible. ഓക്കെ, f ഡിഫൈൻ ചെയ്യുന്നത് r+ എന്ന് -5 ∞ അപ്പൊ ഈ -5 ∞ മാറ്റിയതിന്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാ മാറ്റിയത്? ഓൺ ടു ആക്കാൻ. ഇത് ഇങ്ങോട്ട് മാറ്റിയതോ 1 ആക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ f ഡിഫൈൻ ചെയ്യുന്ന r+ നിന്ന് -5 ∞ അതിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. അപ്പൊ f ഇൻവേഴ്സ് നേരെ തിരിച്ചാ ഡിഫൈൻ ചെയ്യുക. f ആണ്, എഫിന്റെ ആരോ ഡയഗ്രാം ആണ് ഇത്. ഓക്കെ, എഫ് എന്താ ചെയ്യുക? ഒരു എക്സിനെ കിട്ടിയാൽ മക്കളെ, എക്സ് എഫിനെ കിട്ടിയാൽ എക്സിനെ എന്താക്കി മാറ്റും? 9² + 6x - 5 ആക്കും. അതായത് y ആക്കി മാറ്റും. ആ y ആരാണ്? 9² + 6x - 5. അപ്പൊ എഫ് ഇൻവേഴ്സ് നേരെ തിരിച്ചാ ചെയ്യുക. y എന്താക്കും? x ആക്കും. ആരാണ് x എന്ന് നിങ്ങൾ അപ്പുറത്ത് കണ്ടല്ലോ. x ആരായിരുന്നു? √5 + 6 - 1/3 ആണ്. അപ്പൊ എഫ് ഇൻവേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫ് ഇൻവേഴ്സിന്റെ ജോലി y-നെ √5 + 6 - 1/3 ആക്കലാണ്. അപ്പൊ എഫ് ഇൻവേഴ്സ് y = √5 + 6 - 1/3 എന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എഫ് ഇൻവേഴ്സ് കാണാൻ വല്ല പ്രയാസമുണ്ടോ? ഈ ടേം ഉടനെ കിട്ടുക. ഇത് ഓൺ ടു ആണെന്ന് തെളിയിച്ചില്ലേ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ? അതിന്റെ അവസാനത്തെ സ്റ്റെപ്പായത്. ഓക്കെ, അവസാനത്തെ സ്റ്റെപ്പാണ്. അവസാനത്തെ എക്സ്പ്രഷൻ നേരിട്ട് അങ്ങ് എഴുതിയാൽ മതി, വേറെ കാണാനൊന്നും പോകണ്ട. ഓക്കെ, ഈ ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ മാത്രം y = f(x) എഴുതി x = f(i) മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അപ്പൊ എഫ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് -5 ∞ r+ലേക്കാണ്. എന്താ അതിന്റെ ഡെഫിനിഷൻ? എഫ് ഇൻവേഴ്സ് y = √5 + 6 - 1/3 ആണ്. ഫംഗ്ഷൻ പറയുമ്പോൾ y പറയാറില്ലല്ലോ, x ലല്ലേ പറയാ. അപ്പൊ y ക്ക് പകരം x പറഞ്ഞോളൂ. എഫ് ഇൻവേഴ്സ് x = √(x + 6 - 1/3. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് മനസ്സിലാക്കുന്നത് നല്ലതാ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ. പരാബോളയാണ്. പരാബോള ബൈജക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വെച്ച് എന്താ ബൈജക്റ്റീവ് ആകാൻ കാരണം എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ഒരു ജിയോജിബ്രിക് വ്യൂ, അതിന്റെ ഒരു ഗ്രാഫിക് വ്യൂ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാ. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ.
ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനെ വളഞ്ഞു വരുന്ന -6 ഇത് -6 ആണ്, -6 ഇങ്ങനെ വളഞ്ഞു വരുന്ന പരാബോള. ഈ പരാബോള എങ്ങനെ വരക്കുക? മനസ്സ് നമുക്ക് ഇമേജിൻ ചെയ്യാം ഈ പരാബോള ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. അത് എവിടെ നിന്ന് നമുക്ക് കിട്ടുമെന്നറിയോ? നിങ്ങളെ ഫസ്റ്റ് ഇയറിൽ ലാബ് 2 ഇല്ലേ, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഈ പരാബോള നിങ്ങൾക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റും. അതിനൊരു ഹിന്റും കൂടെ വേണം. എന്താ ഹിന്റ് എന്നറിയോ? നമ്മൾ ഈ എക്സ്പ്രഷൻ നേരത്തെ മാറ്റി എഴുതില്ലേ, 3x + 1 - 6 എന്ന് മാറ്റി എഴുതില്ലേ, ആ രൂപത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ പരാബോള ഇങ്ങനെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ലാബ് 2 നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ഒറിജിനൽ പരാബോള, ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ള പരാബോള. f from r to r defined by f of x equal to 9x² + 6x - 5. ഇതാണ് ഒറിജിനൽ പരാബോള. ഇത് ഡിഫൈൻ ചെയ്യുന്ന 6 ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യുന്നു? വരക്കുന്നു. ഈ ഹൊറിസോണ്ടൽ ലൈനെ ഞാൻ വരച്ച സമയത്ത് നോക്കൂ, ഇത് 2 സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് 1 1 അല്ലല്ലോ, അതുകൊണ്ട് ഒറിജിനൽ പരാബോള 1 1 അല്ല. ഓക്കെ, ഇനി ഇത് ഓൺ ടു അല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് ഓൺ ടു അല്ല എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലൈനെ താഴേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ വളവിന്റെ താഴേക്ക് നമുക്ക് ഇതാ ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ടച്ച് ചെയ്യില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ എവിടുന്ന് കിട്ടി? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടുന്ന? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 6 ൽ നിന്ന് 6 ലേക്കാണ്. 6 ൽ നിന്ന് 6 ലേക്ക് ആയതുകൊണ്ട് താഴേക്ക് കൊണ്ടുവരാം, അന്നേരം ടച്ച് ചെയ്യില്ല, ഓൺ ടു അല്ല. അപ്പൊ ഈ പരാബോള 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി നമുക്ക് ഈ പരാബോള നമുക്ക് മാറ്റാൻ പോകണം അല്ലെ. ഈ പരാബോളന്റെ ഡെഫിനിഷൻ ഞാൻ മാറ്റി എഴുതുന്നു. എന്ത് കൊടുക്കുന്നു? r പ്ലസിൽ നിന്ന് -5 ∞ ഡിഫൈൻ ചെയ്യുന്നു. r+ എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ഏത് ഭാഗം ഉണ്ടാവില്ല? പോസിറ്റീവ് 0 മുതൽ വലത്തോട്ടേ ഉണ്ടാവുള്ളൂ. ഇടത് ഭാഗം കട്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ ഇടത് ഭാഗം ഞാൻ അങ്ങ് കട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന്റെ ഇടത് ഭാഗം കട്ട് ചെയ്ത് കിട്ടുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇടത് ഭാഗം ഇത്രയും ഭാഗം ഈ ഗ്രീൻ കളറിൽ കൊടുത്ത് കട്ട് ചെയ്യും, ബാക്കിയുള്ള ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇത് ഡിഫൈൻ ചെയ്യപ്പെടുന്ന സ്ഥലം -5 ∞. അപ്പൊ ഇതിന്റെ താഴേക്ക് -5ന്റെ താഴേക്ക് ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് തൽക്കാലത്തിന് ഫസ്റ്റ് കർവ് ഒന്ന് ഹൈഡ് ചെയ്യാം. നോക്കൂ, ഇത് -5 ∞ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ റേഞ്ച് -5 ∞. അപ്പൊ ഇതിന്റെ താഴേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടുപോകണ്ട. താഴേക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് മാത്രം നോക്കിയാൽ മതി. നോക്കൂ, ഇത് പോകുമ്പോൾ കണ്ടോ, എപ്പോഴും ഒരേ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യാത്ത സ്ഥലമില്ലല്ലോ, ടച്ച് ചെയ്യാത്ത സ്ഥലമല്ല, ഒരൊറ്റ സ്ഥലത്ത്. അപ്പൊ -5ന്റെ താഴേക്ക് ടച്ച് ചെയ്യുന്നില്ലല്ലോ. ആര് പറഞ്ഞു -5ന്റെ താഴെ കൊണ്ടുപോകാൻ? -5 വരെ കൊണ്ടുപോയാൽ മതി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്, ഓൺ ടു ആണ്. ആദ്യത്തെ പരാബോള 1 1 അല്ല, ഓൺ ടു അല്ല. ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരൊറ്റ പരാബോളയും ബൈജക്റ്റീവ് അല്ല. അതേസമയത്ത് പരാബോളയുടെ കഷ്ണം, പരാബോളയുടെ പീസ് നമുക്ക് എന്താക്കാൻ പറ്റും? ബൈജക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഈ ചിത്രമൊക്കെ ഒന്ന് വരച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യം മനസ്സിലൊന്നും ഓർക്കാൻ പറ്റും. ഒറ്റ ചോദ്യം കൂടി ഉണ്ട് അല്ലേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. നോക്കൂ, f is a function from n to i defined by f of x equal 4s + 3. ഈ ഫംഗ്ഷൻ പിന്നെ എന്താ നമുക്ക് കാണിക്കണം? ഇൻവേർട്ടിബിൾ ആണ് കാണിക്കണം, ഇൻവേഴ്സ് കാണണം. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? f is a function from n to n by f of x equal 4s + 3. ഈ ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല നമ്മൾ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. n to n ആണെങ്കിൽ 1 1 ആണ്, ഓൺ ടു അല്ല എന്ന് ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ഞാൻ ഈ പറയുന്ന കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഞാൻ അത് എഴുതി വെച്ചപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് അതിനുണ്ട്, അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. f from n to n എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പറയുമ്പോൾ അത് 1 1 ആണ്, ഓൺ ടു അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയേണ്ടിയിരുന്നു. f from n to n ൽ f of x x ആണെന്ന് വിചാരിക്കുക. f of x x ഐഡന്റിറ്റി ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്, ഓൺ ടു ആണ്. ഓക്കെ, f from n to n ൽ f of x x ആണെങ്കിൽ, x ന് മാത്രമേ പ്രശ്നമുള്ളൂ. f of x x ആണെങ്കിൽ 1 1 ആണ്, ഓൺ ടു ആണ്. അത് f from z to z ആണെങ്കിലും അന്നേരം പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ, f from z to z ആണെങ്കിലും f of x x 1 1 ആണ്, ഓൺ ടു ആണ്. f of x x അല്ലാത്ത ഏത് ഫംഗ്ഷൻ f from n to n ലും z to z ലും ഇതുപോലെ ax + b എന്നുള്ള രൂപത്തിൽ ഡിഫൈൻ ചെയ്താൽ 1 1 ആണ്, ഓൺ ടു അല്ല. പക്ഷെ ഇവിടെ നോക്കൂ, f from n to n അല്ല, പിന്നെന്താ? n to y ആണ്. y നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ എന്തായത്? ഇൻവെർട്ടിബിൾ ആയത്. n ആണെങ്കിൽ ഇൻവെർട്ടിബിൾ ആവില്ല, ഇവിടെ y ആയപ്പോൾ ഇൻവെർട്ടിബിൾ ആയി. നമുക്ക് നോക്കാം ഈ ഫംഗ്ഷന്റെ ആരോ ഡയഗ്രം ഒന്ന്, ഇൻജക്ടിവിറ്റി നോക്കാൻ വേണ്ടി ഇതിന്റെ ആരോ ഡയഗ്രം ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെറ്റ് n, സെക്കൻഡ് സെറ്റ് y, നോട്ട് n ആണെങ്കിൽ ഇതെന്തല്ല? ഓൺ ടു അല്ല. പറഞ്ഞ ഓർമ്മയില്ലേ? n ആണെങ്കിൽ ഓൺ ടു അല്ല, ഓൺ ടു ആകുന്നത് ആർക്ക് മാത്രമാണ്? f of x x ന് മാത്രമാണ്. ഓക്കെ, n ൽ നിന്ന് y യിലേക്കാണ് ഫംഗ്ഷൻ. n ൽ നമ്പർ ആരൊക്കെ? 1 2 3 എക്സെട്ര അല്ലേ. ഇനി സെക്കൻഡ് സെറ്റ് വൈയിലെ എലമെന്റ് ആരാണെന്ന് നോക്കൂ. വൈയിലെ എലമെന്റിന്റെ പ്രത്യേകത എന്താ? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. സെക്കൻഡ് സെറ്റിൽ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. മാത്രം പോരാ, 4x + 3 ആയിരിക്കണം വൈ. എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെ 4x + 3 = y ആയിരിക്കണം. അപ്പൊ എക്സ് നമുക്ക് 1 കൊടുത്തു നോക്കാം. എക്സിന് 1 എന്ന് കൊടുത്താൽ 4 × 1 + 3 7 അല്ലേ കിട്ടുക. അപ്പൊ ആദ്യത്തെ വൈയിലെ നമ്പർ 7 ആണ്. 1 2 3 4 6 ഒന്നും എവിടെ ഇല്ല, വൈയിലില്ല. ഓക്കെ, അടുത്ത 2 എന്ന് കൊടുത്താൽ 4 × 2 + 3 11. ഓക്കെ, 3 കൊടുത്താൽ 4 × 3 + 3 = 15. 4
4 കൊടുത്താൽ 4 into 3 plus 4 into 4 plus 3 equal to 19. അങ്ങനെയുള്ള ഈ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഇടക്കുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ 1 2 3 4 അതൊന്നും ഈ വൈയിലില്ല. ഈ രൂപത്തിലാണ് വൈ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വൈക്ക് എക്സിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന് 1 കൊടുത്താൽ 4 into 1 plus 3 that is 7. 1 7ലേക്ക് മാപ്പ് ചെയ്യും. 2 കൊടുത്താൽ 4 into 2 plus 3 11ലേക്ക് മാപ്പ് ചെയ്യും. 3 കൊടുത്താൽ 15ലേക്കും 4 കൊടുത്താൽ 19ലേക്കൊക്കെ മാപ്പ് ചെയ്യും. ഇനി ഇതുപോലെ അടുത്ത നമ്പർ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്പർ എഴുതുമ്പോൾ മാപ്പ് ചെയ്യുന്ന ഉറപ്പല്ലേ? ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇത് 1 1 ആണ് 1 2 ആണെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? അതുകൊണ്ട് 1 1 ആണ് 1 2 ആണെന്ന് ഈ ചിത്രം കണ്ടിട്ട് മനസ്സിലാവുന്ന എഴുതിയാൽ മതിയോ? എഴുതിയാലും ഒരുപക്ഷെ എക്സാമിനൊക്കെ മാർക്ക് കിട്ടിയേക്കാം. പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ആണെന്ന് കാണിക്കാൻ ജനറൽ ആയിട്ടുള്ള പ്രൂഫ് വേണം. പ്രൂഫ് നമ്മൾ മുമ്പ് ചെയ്തത് തന്നെയാണ്. എഫ് ഓഫ് എക്സ് 1 ഇത് ചിത്രം കണ്ടിട്ട് മനസ്സിലാക്കുക. ഇനി പ്രൂഫ് ഇതുപോലെ പഠിക്കുക. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ എഫ് ഓഫ് എക്സ് 2 ഇംപ്ലൈസ് 4x1 plus 3 ഈക്വൽ 4x2 plus 3. അപ്പോൾ സിമ്പിൾ ആണ്. 4x1 ഈക്വൽ 4x2 x1 ഈക്വൽ s2. അതുകൊണ്ട് എഫ് എന്താ 1 1. ഇതിന്റെ സബ്ജക്ടിവിറ്റി കാണിക്കാൻ വേണ്ടി സെക്കൻഡ് സെറ്റിൽ ഞാനൊരു y എടുക്കുന്നു. അപ്പോൾ സെക്കൻഡ് സെറ്റ് ക്യാപിറ്റൽ y ആണ്. അവിടെ ഞാൻ സ്മോൾ y എടുക്കുന്നു. എന്താ വൈയുടെ ഡെഫിനിഷൻ വേണ്ടത്? 4x plus 3. x കാണാൻ ഞാൻ ശ്രമിക്കുന്നു. 4x is equal to y minus 3. x എന്തായിരിക്കും വരെ? y minus 3/4. ആ y minus 3/4 നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരിക്കണം ഇല്ലേ? എന്താ വൈയിലെ ആദ്യത്തെ നമ്പർ 7 7 minus 3/4 4/4 1 അല്ലേ? ഓക്കെ. അടുത്ത നമ്പർ 11 അല്ലേ? 11 minus 3/4 8/4 2 അല്ലേ? അങ്ങനെ ഏത് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 2 ആണ്. അതുകൊണ്ട് എന്താ ബൈജക്റ്റീവ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ റേഞ്ച് സ്ട്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കോഡമീൻ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ 1 2 ആക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഒരുപാട് എക്സാമ്പിൾ വിശദീകരിച്ചിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണണം. കാരണം ബൈജക്റ്റീവ് ആണല്ലോ. ബൈജക്റ്റീവ് ആകുമ്പോൾ എന്തായാലും ഇൻവേഴ്സ് ഉണ്ടാവുമല്ലോ. എന്താ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? n എന്ന് വൈയിലേക്ക്. എന്താ ഡെഫിനിഷൻ? 4x plus 3 equal to y equal 4x plus 3. ഓക്കെ. അതായത് എഫിന്റെ ജോലി എക്സിനെ y ആക്കലാണ്. ആരാ y? 4x plus 3. അപ്പൊ എഫ് ഇൻവേഴ്സിന്റെ ജോലി എന്താ? വൈനെ എക്സ് ആക്കുക. ആരായിരുന്നു എക്സ്? അപ്പുറത്ത് നമ്മൾ കണ്ടല്ലോ y minus 3/4. അപ്പൊ എഫ് ഇൻവേഴ്സ് എന്ത് ചെയ്യും? വൈനെ y minus 3/4 ആക്കും. അപ്പൊ എഫ് ഇൻവേഴ്സ് y ആരാ? y minus 3/4. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന y എന്ന് n-ലേക്കാണ്. അതിന്റെ ഡെഫിനിഷൻ എഫ് ഇൻവേഴ്സ് x is equal to s minus 3/4 എന്നാണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പം ഈ കാര്യങ്ങൾ വ്യതിരിക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ. വേറെ വേറെ മനസ്സിലാക്കണം. എന്താ ഇവിടെ വരുന്ന വ്യത്യാസം? ഇനിയും നിങ്ങൾക്ക് അപ്പുറത്തേക്കൊക്കെ ആലോചിക്കാം. നമുക്ക് ആകെ സ്വാതന്ത്ര്യം ഉള്ളത് ഏത് വിഷയത്തിലാണ്? നമുക്കിപ്പോ പിന്നെ ഇഷ്ടംപോലെ യാത്ര ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ല അല്ലേ? ആലയങ്ങളിൽ പോകാൻ സ്വാതന്ത്ര്യം ഇല്ല. നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരും. ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ല. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമുണ്ട്. എന്താ മക്കളെ? ചിന്തക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ആലോചനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ആരെങ്കിലും ചിന്തിക്കണ്ട എന്ന് നമ്മളോട് പറയൂ? ഒരിക്കലും പറയില്ലല്ലോ. അപ്പൊ ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ആലോചിക്കുമ്പോൾ അതിന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ കമന്റ് എഴുതാം. നമുക്ക് ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഇപ്പൊ ഇഷ്ടം പോലെ മീഡിയാസ് ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. ഒരാൾക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ടൊന്നും മനസ്സിലായില്ല എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ ഇഷ്ടംപോലെ മാർഗങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സുന്ദരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ക്ലാസ് നന്നായിട്ട് കേൾക്കുക. കൂടെ നോട്ട് എഴുതിയെടുക്കുക. ശേഷം മൊബൈൽ ഒഴിവാക്കുക, ലാപ്ടോപ്പ് ഒഴിവാക്കുക. ശേഷം നോട്ട്ബുക്ക് നോക്കിയിട്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? അങ്ങനെ ആകരുത് ഒരിക്കലും. പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ ഒരു വിവരം ഉണ്ടാവില്ല. വിവരം ഉണ്ടാണെങ്കിൽ എന്ത് വേണം? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കരുത്, പഠിക്കാൻ വേണ്ടി പഠിക്കണം. അപ്പൊ രണ്ട് ഗുണമാണ്. പഠിക്കാനും പറ്റും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ. ക്ലാസ് കേട്ടവർക്കും ശ്രദ്ധിച്ചവർക്കും പഠിക്കുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ്. അടുത്ത ക്ലാസ്സിൽ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ പ്രോബ്ലംസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ എല്ലാവരും കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നുള്ള ഭാഗം നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി കാണുന്നത് വരെ ബൈ ബൈ.